ഡാൽഗണോ കോഫി, ഐസിൽ ഡാൽഗണോ കോഫിയാണ്. അത് 2 ടീസ്പൂൺ കോഫി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ഷുഗർ, പഞ്ചസാര ആഡ് ചെയ്യുക 2 ടീസ്പൂൺ. അങ്ങനെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം, ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ചൂടുവെള്ളം കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ അത് 3 കൂടെ നമ്മൾ ഈ ഒരു വിസ്ക് കൊണ്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ അത് 3ഉം എന്താ പറയുക കാലാവസ്ഥ നല്ല അടിപൊളിയായിട്ട് കിട്ടും. 3ഉം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഷുഗർ, കോഫി, ഹോട്ട് വാട്ടർ. ഞാൻ വീഡിയോ കുറച്ചെടുക്കുന്നില്ല, അത് കാണുന്നില്ല. അത്ര ടൈം എടുത്തിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഫ്ലഫിയായിട്ട് പോകുന്നത് വരണം. അതിനനുസരിച്ച് നമ്മൾ കാത്തിക്കണം. മാത്രമേ ആ ഒരു ടെക്സ്ചറും ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. ഓക്കെ, സാധാരണ ഡാൽഗണോ കോഫി അത് നമുക്കറിയാലോ. അതിൻ്റെ ഒരു വേറെ ടൈപ്പാണ് ഐസ് ഡാൽഗണോ കോഫി. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോൾഡ് ആയിരിക്കും. ഡാൽഗണോ കോഫി ചൂടുവെള്ളത്തിലാണ് ഇടുന്നെങ്കിൽ അത് ഹോട്ട് കോഫി ആയിരിക്കും. ഇതെന്ന് പറയുന്നത് കോൾഡ് കോഫിയിലാണ് ആക്കുന്നത് കേട്ടോ. കുറച്ചധികം സമയം ഞാനിത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ബീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടൈം എടുക്കും. അതായത് പെട്ടെന്ന് ആക്കിയിട്ട് അവിടെ വെച്ചിട്ട് പോവുക എന്ന് വിചാരിക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് എങ്കിലും മിനിമം നമുക്ക് ഈ ഒരു കോഫി ഈ ഒരു പരുവത്തിലേക്ക് ആവാൻ കാത്തു നിന്നേ പറ്റൂ, അല്ലെങ്കിൽ കിട്ടൂല. അത്രയാണ്. അപ്പം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തത് എന്തെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. ഷുഗർ, കോഫി, ഹോട്ട് വാട്ടർ, ഇത് 3ഉമാണ് ഞാനിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ചധികം ഐസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഐസിലേക്ക് നമ്മൾ കോഫി ഇതിൻ്റെ അതായത് ഫ്ലഫിയായ കോഫി ഒഴിക്കുക. ഓക്കെ, അതിലേക്കാവുമ്പോൾ മിൽക്ക് ഒഴിക്കുക. അപ്പം സെറ്റായി കിട്ടും. ഇതാണ് നമ്മുടെ ഡാൽഗണോ കോഫി ഐസ്. ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.